ഞങ്ങൾ അനുഭവിക്കണ പൊളിച്ച് പണിയാൻ പറ്റില്ല, ഇതാർക്കും കൊടുക്കാൻ പറ്റില്ല, ഒരു ലോൺ എടുക്കാൻ പറ്റില്ല. ഇതുപോലെ ഇത് കൂടുതൽ ചെയ്യാൻ വേണ്ടേ? ചില കാരണന്മാർ മരിക്കാൻ കിടന്നാൽ മരിക്കുമില്ല, ആവുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. ഈ കളി തന്നെ കളി. ശബരി റെയിലിന്റെ ഭാഗമായി തൊടുപുഴ നഗരത്തിൽ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഈ വീടിരിക്കുന്ന ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 30 വർഷമായി ഈ വീടൊന്ന് അറ്റകുറ്റപ്പണി നടത്തിയത്. ഇതേപോലെ നിരവധി വീടുകൾ ഈ സമീപത്തൊക്കെ ഉണ്ട്. അവർക്കെല്ലാം പ്രതീക്ഷ നൽകുന്നതാണ് നിർമ്മാണ ചെലവിന്റെ പാതി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം. 27 വർഷം മുമ്പാണ് ഇടുക്കി ജില്ലയിൽ ശബരി റെയിലിനായി ഭൂമി അളന്ന് കല്ലിട്ടത്. പദ്ധതി നിലച്ചതോടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം തന്നെ നിലച്ചുപോയി. ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പ്രദേശത്തെ ജനങ്ങൾ. ഇത് 27 വർഷമായി ഇവിടെ കല്ലിട്ട് പോയിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ലോൺ എടുക്കാൻ പറ്റിയല്ല, പിള്ളേർക്ക് ഭാഗോടമ്പരി ചെയ്ത് കൊടുക്കാൻ പറ്റിയല്ല, പിള്ളേരെ കല്യാണം കഴിച്ചൊക്കെ ഒരു തരത്തിൽ ഒന്നും കൊടുക്കാതെ കെട്ടിച്ചു വിട്ട. കാരണം ഇത് അവസ്ഥ ഇതല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നില്ല, ഇത് ഏറ്റവും നേരത്തെ എടുക്കുക, അതല്ലെങ്കിൽ എന്നെ ഈ കല്ല് പറിച്ച് മാറ്റി ഞങ്ങൾക്ക് ഫ്രീ ആക്കി തരിക. അപ്പം ഞങ്ങൾക്ക് സമാധാനമാവുമല്ലോ. കോലാനി ചേരി മേഖലയിൽ മാത്രം 32 കുടുംബങ്ങളുടെ വീടുകളാണ് പദ്ധതി പ്രദേശത്ത് വരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവർക്ക് വീട് പുനരുദ്ധാരണമടക്കം എല്ലാ സർക്കാർ സഹായവും ഈ പദ്ധതി കൊണ്ട് മാത്രം നിഷേധിക്കപ്പെടുകയാണ്. വീട് പൊളിച്ചു പണിയാനായിട്ടോ ഒരു മെയിൻ്റനൻസിനായിട്ടോ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. കാരണം ഇവിടെ കിടക്കുന്ന വീടുണ്ടല്ലോ, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം മൊത്തം പെരയ്ക്കാത്ത, അവർക്ക് അതിനൊരു ആനുകൂല്യം കിട്ടുന്നില്ല. പ്രദേശത്തെ ആരും പദ്ധതിയെ എതിർക്കുന്നില്ല. പക്ഷേ അനിശ്ചിതമായി ഭൂമി ഏറ്റെടുക്കൽ നീണ്ടുപോകുന്നതിലാണ് പ്രതിഷേധം. നമുക്ക് ഈ ഇവിടുന്ന് ഇത് തീരുമാനം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കോളനി ഉള്ള എല്ലാവർക്കും നല്ലൊരു വീട് പണിയാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാക്കി തരിക. 1900 കോടി രൂപ അനുവദിച്ചതിലൂടെ ശബരി പദ്ധതിക്ക് പുതുജീവൻ വച്ചിരിക്കുകയാണ്. ഒപ്പം പ്രദേശത്തുള്ള ആളുകളുടെ പ്രതീക്ഷയ്ക്കും. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.